മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ സൺറൈസ് വാലിക്കും ഈ സൂചിപ്പാറയ്ക്ക് താഴെയുമുള്ള പ്രദേശത്തുള്ള ഭാഗത്ത് രക്ഷാപ്രവർത്തനവും തിരച്ചിൽ നടത്തുന്ന പ്രദേശവാസികളായ രക്ഷാപ്രവർത്തകർ ചേർന്നു. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഷാജി ചേട്ടനാണ് ചേർന്നത്. ചേട്ടാ, അന്ന് നിങ്ങൾ പോകുമ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ ദൃശ്യങ്ങൾ? ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? അന്ന് ഞങ്ങൾക്ക് പുഴ കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ അന്തം വിട്ടുപോയി. അന്ന് അത്രയും വെള്ളമായിരുന്നു. ഞങ്ങൾ അങ്ങ് മേലെ വരെ നോക്കി, അരണപ്പുഴ വരെ ഞങ്ങൾ നോക്കിയാൽ അക്കരെ കടക്കൂല. അങ്ങനെ ഞങ്ങൾ ഈ ഭാഗം മുതൽ ഞങ്ങൾ ആനടിക്കാപ്പ് വരെ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് 3 എണ്ണം അന്ന് കിട്ടി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ബാലംകൊമ്പ് എന്ന സ്ഥലത്ത് കൂടെ ഇറങ്ങി. അന്ന് വരുമ്പോഴും 3 എണ്ണം വീതം കിട്ടി. അങ്ങനെ 16 മൃതദേഹം ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഞങ്ങൾക്ക് മാത്രം കിട്ടി. ഇന്നലെ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടു. ഇന്നലെ വീണ്ടും 3 എണ്ണം കിട്ടി അതേ സ്ഥലത്ത് നിന്ന്. കാരണം വെച്ചാൽ വെള്ളം കുറയുന്നതനുസരിച്ച് ബോഡി റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ രക്ഷാപ്രവർത്തനങ്ങൾ? എത്ര ആളുകൾ കൂടി ചേർന്ന് എങ്ങനെയൊക്കെയാണ്? ഞങ്ങൾ ഒരു ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങളൊരു 17 പേര്. അപ്പോൾ ആ ട്രിപ്പിൽ ആവേശത്തിൽ എല്ലാവരും വന്നു. അപ്പോൾ ടയേർഡായിപ്പോയി. പിന്നെ എന്ത് ഞങ്ങൾ ഷിഫ്റ്റ് ആക്കി. ഒരു 10 പേര് ഇറങ്ങാമെന്നുള്ളൊരു ലെവൽ വെച്ചിട്ട് അങ്ങനെ മാറി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് 40ഓളം പേര്, 40 ചിലപ്പോൾ 50 വരെ, ഞാൻ എണ്ണീട്ടില്ല. നമ്മൾ ഈ കാടാശ്ശേരിയുള്ള മുഴുവനും ആളുകൾ റെഡിയിലാണ് ഇതിൽ. ഇവർ ഈ മേഖലയിൽ നിബിഡ വനത്തിനുള്ളിലൂടെ ഇറങ്ങി ഈ വനത്തിനുള്ളിലൂടെ പോകുന്ന നദിയുടെ, ചാലിയാർ നദിയുടെ ഇരുവശങ്ങളിലും വിശദമായ പരിശോധനകൾ നടത്തി. ഇനിയും ഈ ഭാഗത്ത് മൃതദേഹങ്ങൾ ഉണ്ട് എന്നാണ് നേരത്തെ ഈ ഭാഗത്തെത്തിയ പ്രദേശവാസികൾ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ മൃതദേഹങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നിയത്? ഞങ്ങൾ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ള അന്ന് രാവിലെ ആ ഉരുൾപൊട്ടലിൻ്റെ സൗണ്ട് ഇവിടെയുള്ള മുഴുവൻ ആളുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെയുള്ള ആളുകളൊക്കെ കൂടെ ഞങ്ങൾ അങ്ങോട്ട് പോയി. കുറച്ച് ആളുകൾ അവിടെ പോയി അന്നത്തെ ദിവസം രക്ഷാപ്രവർത്തനം തുടങ്ങി. 17ഓളം 20ൻ്റെ അടുത്ത് വരുന്ന ആളുകൾ അന്ന് ഞങ്ങൾ ഇറങ്ങി. അന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട യാത്രാ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ മുകളിലുള്ള ആളുകൾ ഏർപ്പാടാക്കി. ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ഏറെക്കുറെ 3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും താഴേക്ക് ഫോറസ്റ്റിലൂടെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളെ ആൾക്കാർ ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു 3/4 മണിക്കൂർ മതി. 3/4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ താഴെ എത്തി. 6 മണിക്ക് ഫോറസ്റ്റിൽ വെളിച്ചം വരുന്നതിന് മുന്നേ ഞങ്ങൾ ഇറങ്ങിയിട്ട് താഴെത്തും. അതിനുശേഷം 4 മണി 4:30 വരെ ഞങ്ങൾ മുകളിലൂടെ സെർച്ച് ചെയ്യും. ആ സമയത്ത് ഇവർ പറഞ്ഞ മാതിരിയുള്ള ബോഡികൾ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളത് എന്ത് ചെയ്തു, PHCയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ആംബുലൻസ് വിളിക്കുമ്പോൾ അവിടുന്ന് സന്നദ്ധ പ്രവർത്തകരും അടക്കമുള്ള ആംബുലൻസാണ് വരിക. അപ്പോൾ ഞങ്ങൾ പോകാറില്ല. അപ്പോൾ ഞങ്ങൾ ടയേർഡായിരിക്കും. അപ്പോൾ ഞങ്ങൾ പോകാറില്ല. അപ്പോൾ അവരവിടെ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള ബോഡികൾ ഞങ്ങളവിടെ എത്തിച്ചിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തി. മുകളിൽ ഒരു ടീം കോർഡിനേറ്റ് ചെയ്യും, അതുപോലെ തന്നെ താഴെ. അപ്പോൾ ഞങ്ങൾ അവരെ ഇറങ്ങി കയറുന്ന സമയത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആ കയറുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഈ വിഷയങ്ങളിൽ എന്ത് ഇടപെടൽ ആവശ്യപ്പെട്ടാലും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഞങ്ങളൊപ്പം ഉണ്ടാവും തീർച്ചയായിട്ടും. മേപ്പാടി റേഞ്ചിലെ വനംവകുപ്പ് ജീവനക്കാരുടെ സഹായത്തോടു കൂടിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതിന് തൊട്ടടുത്ത ദിവസം മുതൽ ഈ വനമേഖലയിൽ ഇവർ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഇവരുടെ സഹായം ആവശ്യമാണെങ്കിൽ ഇവർ അതിനും തയ്യാറാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചത്. ഏതായാലും കാടാശ്ശേരി ഗ്രാമത്തിലെ പ്രദേശവാസികളുടെ നന്മ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമ്മൾ അവരോടൊപ്പം തന്നെയുണ്ട്. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.